സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുലിമുരുകൻ റിലീസ് ചെയ്ത് മാസങ്ങളായിട്ടും മുരുകൻ തരംഗം വിട്ടൊഴിഞ്ഞിട്ടില്ല. ഒരൊറ്റ ചിത്രത്തിലൂടെ മറ്റൊരു സംഘടന സംവിധായകനും ലഭിക്കാത്ത ഇടമാണ് മലയാളികളുടെ മനസ്സിൽ പീറ്റർ ഹെയ്ൻ നേടിയെടുത്തത്. പുലിമുരുകനിലൂടെ മികച്ച സംഘടന സംവിധായകനുള്ള ദേശീയ പുരസ്കാരവും പീറ്റർ ഹെയ്ൻ നേടിയിരുന്നു. ആദ്യമായാണ് ദേശീയ അവാർഡിൽ ഇങ്ങനൊരു അവാർഡ് ഏർപ്പെടുത്തുന്നത്. ഇപ്പോഴും അഭിമുഖങ്ങളിൽ പീറ്റർ ഹെയ്നോട് അവതാരകർക്ക് ചോദിക്കാനുള്ളത് പുലിമുരുകനിലെ ആക്ഷൻ രംഗങ്ങളെക്കുറിച്ചാണ്. ചിത്രത്തിലെ പുലി ഡമ്മിയാണെന്നുൾപ്പെടെ ഉയർന്ന ആക്ഷേപങ്ങളെക്കുറിച്ച് ഒരു മലയാളം ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പീറ്റർ ഹെയ്നോട് ചോദിക്കുകയുണ്ടായി. ഇതിന് പീറ്റർ ഹെയ്ൻ കൊടുത്ത മറുപടി ഇങ്ങനെ: ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനും ചോദിക്കാനുമുള്ള റൈറ്റ്സ് എല്ലാവർക്കുമുണ്ട്. കാരണം അവരും ഇതിൻ്റെ ഭാഗമാണ്. അവർ പണം കൊടുത്ത് ടിക്കറ്റ് വാങ്ങിയവരാണ്. അതുകൊണ്ട് ചോദിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. മോഹൻലാൽ കടുവയുമായി ഫൈറ്റ് ചെയ്യുന്നതും കടുവ അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് ചാടുന്നതും ഉൾപ്പെടെയുള്ള രംഗങ്ങൾ ചിത്രത്തിലുണ്ട്. ടിക്കറ്റിന് പണം നൽകി എന്ന് കരുതി അദ്ദേഹം ഇതെല്ലാം റിയലായി ചെയ്യണം എന്ന് പ്രതീക്ഷിക്കരുത്. കടുവയുമായുള്ള ഫൈറ്റ് രംഗങ്ങളിൽ 80% മോഹൻലാൽ സാർ ലൈവായി ചെയ്തതാണ്. 20% CG ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കടുവയെ ആക്രമിക്കുന്ന രംഗങ്ങൾ റിയലായി ചിത്രീകരിക്കുന്നത് നിയമവിരുദ്ധവുമാണ്. അതുകൊണ്ട് തന്നെ 80% രംഗങ്ങൾ റിയലാണെന്നും 20% CGയുമായി മിക്സ് ചെയ്തതാണെന്നും പീറ്റർ ഹെയ്ൻ പറയുന്നു. മോഹൻലാലിൻ്റെ ഊർജ്ജം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും ചിത്രത്തിനു വേണ്ടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും പീറ്റർ ഹെയ്ൻ പറഞ്ഞു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.